സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2023 മാർച്ച് 21 ചൊവ്വാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 16,988 നിന്നും 72 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,060 ഇന്ന് ആരംഭിച്ചത്. 17,127 ഡേ ഹൈയും 17,016 ഡേ ലോയും വന്നതുവഴി 111 പോയിന്റിന് ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്, അതായത് 0.65%. ഇന്ന് ഓപ്പണായ 17,060 നിന്ന് 47 പോയിന്റ് ലാഭത്തോടു കൂടി 17,107 ഇന്ന് നിഫ്റ്റി അവസാനിച്ചത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 39,361 നിന്നും 238 പോയിന്റ് ഗ്യാപ്പോട് കൂടി 39,599 ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. 39,970 ഡേ ഹൈയും 39,366 ഡേ ലോയും വന്നതുവഴി 604 പോയിന്റിൻ്റെ അഥവാ 1.53% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 39,599 നിന്നും 295 പോയിന്റ് ലാഭത്തോടു കൂടി 39,894 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 17,549 നിന്ന് 111 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,660 ഇന്ന് മാർക്കറ്റ് ആരംഭിച്ചത്. 17,830 ഡേ ഹൈയും 17,593 ഡേ ലോയും വന്നതുവഴി 236 പോയിന്റിൻ്റെ അഥവാ 1.34% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്കിന്ന് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 17,660 നിന്നും 146 പോയിന്റ് ലാഭത്തോടു കൂടി 17,806 ഇന്ന് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആയത് 16.01 ഡേ ഹൈ വന്നിരിക്കുന്ന 16.04, ഡേ ലോ വന്നിരിക്കുന്ന 14.08. 5.81% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 15.08 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കാം. ഒരുവിധം എല്ലാ സ്റ്റോക്കുകളും ഇന്ന് നല്ലൊരു ലാഭമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ശ്രീറാം ഫിനാൻസ്, SBI ലൈഫ്, റിലയൻസ്, REC ലിമിറ്റഡ്, PFC, മുത്തൂറ്റ് ഫിനാൻസ്, IDFC ഫസ്റ്റ് ബാങ്ക്, ICIC പ്രൂലി, HDFC ലൈഫ്, HDFC AMC, ബാങ്ക് ഓഫ് ബറോഡ, ബജാജ് ഫിനാൻസ്, ബജാജ് ഓട്ടോ, ആക്സിസ് ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5,901 കോടിയുടെ വാങ്ങലും 7,355 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,454 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 7,628 കോടിയുടെ ബൈയിങ്ങും 5,682 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,946 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. രണ്ടും കൂട്ടിക്കഴിച്ച് നോക്കുകയാണെങ്കിൽ 492 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഇന്ന് നടന്നിരിക്കുന്നത്. അതായത് 492 കോടി രൂപ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് പ്രകാരമാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും മാർക്കറ്റ് മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നതായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ മുകളിലോട്ട് നന്നായിട്ട് മാർക്കറ്റ് കയറി വരുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ട്രേഡ് ചെയ്തവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ 492 കോടി രൂപ വന്നത് വഴി മാർക്കറ്റ് ഇനി നാളെ മുകളിലോട്ട് പൊങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 22,525 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 22.52% പ്രോഫിറ്റ്. 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ വെച്ചിട്ട് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി ഈ 3 ഇൻഡെക്സുകൾ ട്രേഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലാഭം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ലെവൽസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. റാസ് ലെവൽസ് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ രാവിലെ ഇന്നലെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് 17,000 എന്നുള്ള ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് യെസ്റ്റർഡേ ഹൈയുടെ മുകളിലായിട്ട് തന്നെ ട്രേഡിങ് നടക്കുകയായിരുന്നു. പക്ഷേ ഓവറോൾ ഇൻട്രാഡേ മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ വളരെ കുറവായിരുന്നു. ഇന്ന് ഹൈ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ ആകും എന്ന് പറഞ്ഞിരുന്ന 17,127 കൃത്യമായിട്ടും ഇന്നത്തെ ഡേ ഹൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ 17,099 എന്നുള്ളത് ഒരു റാസ് ലെവൽസിൻ്റെ ഒരു ലെവലാണ്. ആ ലെവലിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഈ മാർക്കറ്റ് റിവേഴ്സ് ആകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്,
നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ ലൈനിൽ കാണാൻ പറ്റുന്നുണ്ടാവും 17,117. നമ്മൾ കുറേ നാളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. താഴെ 16,840 സപ്പോർട്ട് ലൈനുമാണ്. ഇതിൻ്റെ ഇടയിൽ റേഞ്ച് ബൗണ്ടായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് 17,127 ടച്ച് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് താഴോട്ട് ഇറങ്ങി. അതായത് റെസിസ്റ്റൻസ് പോയിന്റിൽ ടച്ച് ചെയ്തപ്പോൾ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ വന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മോസ്റ്റ് പ്രോബബ്ലി നാളെ ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ട് സാധ്യതകളുണ്ട് ഇവിടുന്ന്. അതല്ല, മാർക്കറ്റ് ഒരു ഫർദർ കൺസോൾട്ടേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നാളെ ഇതേപോലെ താഴോട്ടായിരിക്കും ട്രേഡിങ് നടക്കാൻ സാധ്യതയുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു യെല്ലോ ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. കാരണം ഇവിടെ ഒരുപാട് തവണ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇതുപോലും ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് എടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ മുകളിൽ നിന്ന് വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ തിരിച്ചിറങ്ങി വരുമ്പോൾ ആ ഒരു ലെവലിൽ തട്ടി വീണ്ടും പുൾ ബാക്ക് വന്ന് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി പിന്നീട് മുകളിലോട്ട് പോകാൻ പല പ്രാവശ്യം അവിടെ പോയി ടച്ച് ചെയ്തപ്പോഴൊക്കെ റിജക്ഷൻ വന്ന് താഴോട്ട് തന്നെ വരുന്ന ഒരവസ്ഥ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇതാ ഒരു പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതാണ്, ഇവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നു, ഇവിടെ വന്നിട്ട് ഇതൊന്ന് ടച്ച് ചെയ്തു, റിജക്റ്റ് ചെയ്തു, വീണ്ടും അതേപോലെ ഒന്നുകൂടെ ടച്ച് ചെയ്തു, അവിടെ നിന്ന് വീണ്ടും റിജക്ഷനായി, ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്നിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഒരു ട്രിപ്പിൾ ബോട്ടം അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നൊക്കെയുള്ള രീതിയിൽ, ശരിക്കും ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഒരു പാറ്റേൺ ഈ രീതിയിലല്ല വരിക. ഈ സെൻറ്ററിലുള്ള ഹെഡ് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് അങ്ങനെയാണ് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ ഏകദേശം ഒരു ഡബ്ല്യുവിൻ്റെ അല്ലെങ്കിൽ ഒരു 4 ടച്ചിങ്സ് ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു യെല്ലോ ലൈനിലേക്ക്. സോ വൺസ് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ അതിന് താഴോട്ട് പിന്നെ ഇറങ്ങില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വരികയാണെങ്കിൽ പിന്നെ അത് പോയാലും ഇവിടെ വരെ പോവുള്ളൂ. അവിടെ നിന്ന് പിന്നെ തിരിച്ച് മുകളിലോട്ട് ഇങ്ങനെ കയറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 17,117 നമ്മുടെ ലെവല്. ആ ഒരു ലെവലിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് ബ്രേക്ക് ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു പ്രാവശ്യം ഒരു ഫുൾ ക്യാൻഡിൽ, ഡേ ക്യാൻഡിൽ നമുക്കതിൻ്റെ മുകളിൽ ഗ്രീനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് താഴോട്ട് പോവില്ല എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഒരു ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു ലെവൽ 17,117 എന്നുള്ള ലെവല് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ വരച്ചിടുക. അപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ തന്നിട്ടില്ല. വളരെ ചെറിയ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഓപ്പണായ സ്ഥലത്ത് തന്നെ പല പ്രാവശ്യം കൺസോൾട്ടേറ്റ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിട്ട് പിന്നീട് ആഫ്റ്റർനൂൺ സെഷനിൽ ഏകദേശം ഒരു 12:45 സമയത്താണ് ചെറിയൊരു മൂവ്മെൻറ്റ് അത് നമുക്ക് തന്നത്. പക്ഷേ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ലെവലിനെ കട്ട് ചെയ്തിട്ടില്ല. അതിനു മുമ്പേ തന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് അത്യാവശ്യം 60% ആൾക്കാർ പ്രോഫിറ്റ് ഇന്ന് എടുത്തിട്ടുണ്ട്. മോർണിംഗിൽ ഓപ്പൺ ആയിരിക്കുന്ന യെസ്റ്റർഡേ ഹൈയിലാണ്. അവിടെ നിന്ന് താഴോട്ട് പോയി നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവലിൽ ടച്ച് ചെയ്തു. പിന്നീട് തിരിച്ച് കയറി വന്നിട്ട് ഇന്നത്തെ അതായത് റാസ് ലെവൽസിൻ്റെ R2 ടച്ച് ചെയ്തു, R3യും ടച്ച് ചെയ്ത് മുകളിലോട്ട് പോയി. R3യിൽ ഒരുവിധ ആൾക്കാരൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കാത്തിരുന്നു. അതിനുശേഷം കുറച്ചുകൂടെ മുകളിലോട്ട് പോയപ്പം 60% ഒക്കെ കിട്ടി. ഒരുപാട് പേരുണ്ട്, അവരൊക്കെ അവിടെ വെച്ചിട്ട് ബുക്ക് ചെയ്യണം. അതായത് 12 മണിയോടുകൂടിയാണ് ഈ ഒരു ജാഥ, ഈ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് അവർക്ക് പിടിക്കാൻ പറ്റി എന്നുള്ളത്. അതായത് R1 വെച്ച് എൻട്രി എടുത്തു, R2, R3 ഇത് മൂന്നും കിട്ടി. അതിൻ്റെ മുകളിലേക്കും കുറേ പോയിന്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും മറ്റൊരു വിധത്തിലല്ല, ബാങ്ക് നിഫ്റ്റിയുടെ സെയിം അവസ്ഥ ഇവിടെയുള്ളത്. പക്ഷേ ഇവിടെ R1 കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ എൻട്രി എടുത്തവർക്ക് R2 വരെയുള്ള ഒരു റാലിയാണ് കിട്ടിയത്. അത് വലിയൊരു റാലി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് അവർക്ക് കിട്ടി എന്നുള്ളതാണ് സത്യം. ഇനി നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിഫ്റ്റിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ ഇതുവരെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഈ ഒരു യെല്ലോ ലൈൻ്റെയും ബ്ലൂ ലൈൻ്റെയും ഉള്ളിലായിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നും അത് 17,117 ബ്രേക്ക് ചെയ്തിട്ടില്ല, അവിടെ തന്നെ താഴെയാണ് നിൽക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി
രണ്ട് സാധ്യതകളുണ്ട്, മാർക്കറ്റാണ്, രണ്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നാളെ ഇവിടുന്ന് ഫർദർ ഫോള് കാണിച്ചേക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്ന് കാണിച്ചിരിക്കുന്ന ഈ സിഗ്നൽ ക്യാൻഡിൽ കൺഫേം ആക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആ അപ് ട്രെൻഡ് തുടങ്ങുകയാണ് എന്ന് നമുക്ക് ഉറപ്പ് തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഈ 17 വരുന്ന ഒരു 17-നെ ടച്ച് ചെയ്യാത്ത വിധത്തിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ഫോർമേഷൻ വരികയാണെങ്കിൽ നമുക്ക് പിന്നെയും പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. മാർക്കറ്റ് തിരിച്ച് പച്ച പിടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒത്തിരി നെഗറ്റീവ് ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. US ബാങ്കുകളിൽ 180ഓളം ബാങ്കുകൾ ഇപ്പോൾ സിലിക്കൺ വാലി പോലെ തന്നെ തകരാൻ കിടക്കുകയാണെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നോക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കാശ് പമ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഭീതി ജനിപ്പിക്കാൻ അത് വളരെയധികം ധാരാളമാണ്. ഇങ്ങനെയുള്ള ചെറിയ വാർത്തകൾ പോലും, അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിലോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് പിൻവലിയും. അതേ അവസ്ഥ തന്നെയാണ് ഈ ബാങ്കിങ് സെക്ടറിൽ ഈ ഒരു തകർച്ചയിലൂടെ കാണിക്കുന്നത്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് എന്തായാലും മുകളിലോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് കാണുന്ന മാർക്കറ്റ് ഒരു ഫർദർ ബോട്ടം ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരാനുണ്ട് എന്നാണ്. എന്തായാലും ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് കിട്ടിയ ഈ ഒരു നിഗമനം അത് തെറ്റിപ്പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിൽ ശരിക്കും ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മുകളിലൊരു ഗ്രീൻ ക്യാൻഡിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നാളെ നമുക്ക് ബുധനാഴ്ച എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എന്നിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.